Dear students, Plus 1 Computer Science Chapter 7 Control Statements Part 1. നമ്മൾ ഇന്ന് ഒരു പുതിയ ചാപ്റ്ററോടെ തുടങ്ങുകയാണ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ള ചാപ്റ്റർ. ലാസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചെന്തായിരുന്നു? പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ഹൗ ടു ഡിക്ലെയർ എ വേരിയബിൾസ് അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ ടൈപ്സ് എന്താണ്, അതിനെ ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യും, ഒരു സിമ്പിൾ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ഒരു C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ആ ഒരു പ്രോഗ്രാമിൻ്റെ ഡാറ്റ ഫ്ലോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ ഫ്ലോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഓൾട്ടറിങ് ദി നോർമൽ ഫ്ലോ ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ. സാധാരണയായിട്ട് നമ്മൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അൽഗോരിതംസും ഫ്ലോ ചാർട്ടൊക്കെ കണ്ടപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഫ്ലോ കണ്ടതാണ്. ആ ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ നോർമൽ ഫ്ലോ ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. And control statements are classified into two: decision making or selection statement, and second one is iteration statements or loop statements. അതിൽ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. സോ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഡിസിഷൻ മേക്കിംഗ്, ആ വേർഡിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്തോ സംതിങ് ഡിസിഷൻ നമുക്ക് അവിടെ എടുക്കേണ്ടി വരും. അതായത് യെസ് ഓർ നോ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ ആ ടൈപ്പ് നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറേ ഓപ്ഷനിൽ നിന്ന് ഓരോ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So the statements provided by C++ for selected execution of some statements are called decision making statements or selection statement. If and switch are two types of selection statements in C++. The selection will based on some conditions. The conditions are formed by relational or logical expressions. സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈഫ് അല്ലെങ്കിൽ സ്വിച്ച് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ. ഇനി നമ്മൾ ആ കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കണ്ടീഷൻ അല്ലെങ്കിൽ സെലക്ഷൻ നമ്മൾ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ സം കണ്ടീഷൻസ്. നമ്മളൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സെലക്ഷൻ ചെയ്യുന്നത്. ആൻഡ് ഈ കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻസ് ഒക്കെ ആയിരിക്കും നമ്മളിവിടെ കണ്ടീഷൻസ് ആയിട്ട് കൊടുക്കുന്നത്. ആൻഡ് നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളിപ്പോൾ ഈ ക്ലാസ്സുകളിലൂടെ ജസ്റ്റ് എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളുടെയും സിൻടാക്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ജനറൽ ഫോം എങ്ങനെയാണ് അതും അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിളും മാത്രമാണ് നമ്മളിപ്പോൾ നോക്കി പോകുന്നത്. ആൻഡ് അതിൽ ഫസ്റ്റ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കൊരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ട്രൂ കേസ് മാത്രം അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഒരു കേസ് മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി എന്നുള്ള കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നത് റിലേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻസ് ആയിരിക്കും. അതിന് നമ്മൾ ജനറലി പറയുന്ന പേരാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷന് നമ്മൾ പറയുന്ന പേരാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ, TEST, ടെസ്റ്റ് എക്സ്പ്രഷൻ. സോ if statement is used to select a set of statement for execution based on a condition. In C++, conditions, otherwise known as test expressions, are provided by relational and logical expression. And the syntax for if statement is if parenthesis open. parenthesis നമ്മൾ മാത്സിലൊക്കെ നിങ്ങൾ പഠിച്ച ആ ഓപ്പൺ ബ്രാക്കറ്റാണ് നമ്മൾ പറയുന്ന പേരാണ് parenthesis. if parenthesis open, then within that parenthesis test expression, നമ്മൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ എന്താണോ ആ ഒരു കണ്ടീഷൻ കൊടുക്കുന്നത് ആ കണ്ടീഷൻ ആ പാരാന്തസിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കുക. കേളി ബ്രേസസ് ഓപ്പൺ, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എന്താണോ ആ കണ്ടീഷൻ കൊണ്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ പ്രോഗ്രാമിൽ ആ കണ്ടീഷൻസൊക്കെ നമ്മൾ എഴുതി കൊടുക്കുക. ദെൻ കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഈഫ് അല്ലെങ്കിൽ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ്. അതിൻ്റെ ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് വർക്കിംഗ് തന്നെയാണ്. നമ്മൾ ആ കണ്ടീഷൻ കൊടുക്കുകയാണ്, ആ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ എന്താണ് ട്രൂ കേസ് ചെയ്യുന്നത് ആ ട്രൂ കേസ് അവിടെ നമുക്ക് കൊടുക്കാം. ആൻഡ് ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ്സ് ടു ട്രൂ എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ഈഫ് ഈസ് എക്സിക്യൂട്ടഡ്. ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ
നമുക്ക് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാനുണ്ടാവും. ആ ട്രൂ ആണെങ്കിൽ എന്താണോ ആ കണ്ടീഷൻ ട്രൂ ആണെന്നുകൊണ്ട് എന്താണോ നമുക്ക് ചെയ്യേണ്ടത് ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. അതർവൈസ് ദ കൺട്രോൾ മൂവ്സ് ടു ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ഈഫ് കൺസ്ട്രക്ട്. അല്ലെങ്കിൽ ബാക്കിയുള്ള ആ ട്രൂ കേസ് അല്ലെങ്കിൽ എന്താണോ ഫോൾസ് കേസിൻ്റെ പോർഷൻ അതിലേക്കാണ് പോകും. ഇതിപ്പോൾ ട്രൂ കേസ് മാത്രം ഒരു പ്രോഗ്രാമിൽ ട്രൂ കേസ് മാത്രം നമുക്ക് എക്സിക്യൂട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിലാണ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു മാർക്ക് എൻ്റർ ചെയ്തത് പാസ്സാണോ എന്നറിയണം. പാസ്സാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് 50നേക്കാൾ കൂടുതൽ മാർക്ക് വന്നു കഴിഞ്ഞാൽ പാസ്സാണെന്നുള്ളത്. നമ്മൾ വേറെ ഒന്നും കൺസ്ട്രക്ട് ചെയ്തിട്ടില്ല എൽസ് കേസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 50, ഇവിടെ മാർക്ക് ഗ്രേറ്റർ ദാൻ 50 ആണ് നമ്മുടെ കണ്ടീഷൻ. ദാറ്റ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ടെസ്റ്റ് എക്സ്പ്രഷൻ. ഇഫ് parenthesis open mark greater than 50 curly brace open see out you have passed. see out സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് ദി കൺസോൾ ഔട്ട്പുട്ട് സ്ട്രീം ഒബ്ജക്റ്റ്. എന്തിനാണ് യൂസ് ചെയ്യുക? സി ഔട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് പ്രിൻറ്റ് ചെയ്യാനാണ്. ആൻഡ് ഒരു 2 ലെസ് ദാൻ സിമ്പിളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇൻസെർഷൻ സിമ്പിൾ നമ്മൾ യൂസ് ചെയ്തിട്ട് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ വേണം ആ മാറ്റർ ആ മെസ്സേജ് നമുക്ക് എഴുതാനായിട്ട്. ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്, യു ഹാവ് പാസ്ഡ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം എപ്പോഴായിരിക്കുക, സി ഔട്ട് ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്ത് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് എഴുതി കൊടുത്താലും അത് അതേപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇവിടെ മാർക്ക് ഗ്രേറ്റർ ദാൻ 50 ആണെങ്കിൽ നമ്മൾ 50നേക്കാൾ വലിയൊരു മാർക്കാണ് എൻ്റർ ചെയ്തെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് യു ഹാവ് പാസ്ഡ്. അങ്ങനെയായിരിക്കും നമുക്ക് വരിക. അപ്പോൾ ട്രൂ കേസ് മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. പക്ഷേ ചില കണ്ടീഷന് ട്രൂ കേസ് മാത്രമാണോ ഉണ്ടാവുക? അല്ല. അപ്പോൾ എന്ത് വരും? ഫോൾസ് കേസും കൂടെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് ദി സിൻടാക്സ് ഈസ് ഈഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ കേളി ബ്രേസ് ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1. അതായത് ട്രൂ കേസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എഴുതി. ട്രൂ കേസ് മാത്രമല്ല എൽസ് കേസും ഉണ്ട്. ആ ട്രൂ കേസിൻ്റെ എക്സിക്യൂഷൻ ഒക്കെ എഴുതി കഴിഞ്ഞാൽ ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ കേളി ബ്രേസ് ക്ലോസ് ചെയ്തതിന് ശേഷം എൽസ് കേസ് എഴുതാം. യൂസ് ദി കീവേഡ് എൽസ് ആൻഡ് അഗെയിൻ കേളി ബ്രേസ് ഓപ്പൺ ആൻഡ് ദി സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആദ്യം ഈഫ് എഴുതി കണ്ടീഷൻ്റെ ട്രൂ കേസ് എഴുതി ട്രൂ അല്ലെങ്കിൽ എൽസ് കേസിലേക്കായിരിക്കും അതിൻ്റെ ഡാറ്റ ഫ്ലോ. അതിൻ്റെ ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കാം. ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യും. ട്രൂ ആണെങ്കിൽ ട്രൂ കേസ് നമുക്കിവിടെ എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ ഫോൾസ് കേസും എക്സിക്യൂട്ട് ചെയ്യും. ദെൻ എന്താണോ അതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കുകൾ അതൊക്കെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യും. നമുക്കൊരു if the test expression is evaluated to true, only the statement block 1 is executed. If the test expression evaluates to false, statement block 2 is executed. And the example, if score greater than or equal to 18, see out passed. greater than or equal to 18 ആണെങ്കിൽ സി ഔട്ട് പാസ്ഡ്. എൽസ് കേസ് ഇപ്പോൾ 18നേക്കാൾ താഴെയുള്ളൊരു മാർക്കാണ് 17ഓ 16ഓ ഒക്കെയാണ് എൻ്റർ ചെയ്തതെങ്കിൽ അപ്പോൾ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ മാർക്ക് 25 ആണെങ്കിൽ 25 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആണോ എന്ന് ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ ട്രൂ ആയതുകൊണ്ട് പാസ്ഡ് എന്ന് എഴുതി കാണിക്കും. ഇനി മാർക്ക് 5ഓ 6ഓ 7 ഒക്കെ ആണെങ്കിലോ 7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ എൽസ് കേസിലേക്ക് ഡാറ്റ ഫ്ലോ പോയിട്ട് അവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അതായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരാം. അപ്പോൾ നമുക്ക് 2 നമ്മളിപ്പോൾ പഠിച്ചു. ഈഫും പഠിച്ചു, സിമ്പിൾ ഇഫ്. ട്രൂ മാത്രമാണെങ്കിൽ സിമ്പിൾ ഈഫും ട്രൂവും ഫോൾസും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റും യൂസ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് ഈസ് നെസ്റ്റഡ് ഈഫ്. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൂട്, അതായത് സംതിങ് ഇൻസൈഡ് ദാറ്റ് മീൻസ് നെസ്റ്റഡ് ഈഫ് എന്നുണ്ടെങ്കിൽ ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ വേറൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? നെസ്റ്റഡ് ഈഫ്. വെൻ വി റൈറ്റ് ആൻ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് അനദർ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് കോൾഡ് നെസ്റ്റിംഗ്. നെസ്റ്റഡ് മീൻസ് വൺ ഇൻസൈഡ് അനദർ. ആൻഡ് ദി സിൻടാക്സ് ഈഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 കേളി ബ്രേസ് ഓപ്പൺ. അഗൈൻ ആ കേളി ബ്രേസിൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും എന്ത് കൊടുത്തു? ഈഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2 സ്റ്റേറ്റ്മെൻറ്റ് 1 എൽസ് സ്റ്റേറ്റ്മെൻറ്റ് 2. അപ്പോൾ അതായത് ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ വീണ്ടും വേറൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തു. ഈ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എൽസ് കേസ് വരുന്നത് ഇവിടെയാണ്. ഈ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എൽസാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്കുള്ളത്, ആ കേളി ബ്രേസിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ വേറൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? നെസ്റ്റഡ് ഈഫ്. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണ്. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് പാസ്ഡ് ആവും. ഇനി അതിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യാണ്. നമുക്കിപ്പോൾ മാർക്ക് ഒരു A+ ആണോ അല്ലെങ്കിൽ A ആണോ അങ്ങനെയൊക്കെ വരുമ്പോൾ 1ൻ്റെ ഉള്ളിൽ, അതായത് A+ഉം A ഒക്കെ ആണെങ്കിൽ എന്തായാലും പാസ്സാകാത്ത ഒരാൾക്ക്
നമുക്ക് ആ മുകളിലേക്കുള്ള ഗ്രേഡുകളിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, അപ്പോൾ നമുക്ക് അവിടെ എന്ത് ഡിസ്പ്ലേ ചെയ്ത് വരും? യു ഹാവ് പാസ്ഡ്. എഗെയിൻ ആ മാർക്ക് അവിടെ ചെക്ക് ചെയ്യുകയാണ്. നമ്മൾ എൻ്റർ ചെയ്ത മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 54 ആണോ, അതായത് A+ ഗ്രേഡ് ഉള്ളവരെ നമുക്ക് കണ്ടുപിടിക്കാം. 54-നേക്കാളും മുകളിലുള്ള മാർക്കാണ് നമ്മൾ എൻ്റർ ചെയ്തെങ്കിൽ എന്ത് കിടക്കും? വിത്ത് A+ ഗ്രേഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഞാനിപ്പോൾ എൻ്റർ ചെയ്ത മാർക്ക് 17 ആണെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യും? 17 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ എന്ന് ചെക്ക് ചെയ്യും. 17, സോ ഇറ്റ് ഈസ് റോങ്. അപ്പോൾ ഇവിടെ നിന്ന് ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങോട്ട്? നേരെ എൽസ് കേസിലേക്ക് പോവും. യു ഹാവ് ഫെയിൽഡ് എന്ന് എഴുതി കാണിക്കും. ഇനി എൻ്റർ ചെയ്ത മാർക്ക് 35 ആണെങ്കിൽ 35 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. 18 ആണോ? 18 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? യു ഹാവ് പാസ്ഡ് എന്ന് എഴുതി കാണിക്കും. ഇനി വീണ്ടും എൻ്റർ ചെയ്ത മാർക്ക് 35 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 ആണോ എന്ന് നോക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? മാർക്ക് അവിടെ നമുക്ക് ഒന്നുമേ അവിടെ വന്നിട്ടില്ല. അപ്പോൾ അവിടെ എന്താവും? എൽസ് കേസിലേക്ക് നമുക്ക് മാറും. ഇനി നെക്സ്റ്റ് ഞാൻ എൻ്റർ ചെയ്ത മാർക്ക് 57 ആണെങ്കിൽ 57 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെന്ന് ചെക്ക് ചെയ്യും. യു ഹാവ് പാസ്ഡ് എന്ന് വരും. അഗൈൻ 54 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 57 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 54 ആണെന്ന് നോക്കി കഴിയുമ്പോൾ എന്തായിരിക്കും ഡിസ്പ്ലേ വരിക? യു ഹാവ് പാസ്ഡ് വിത്ത് A+ ഗ്രേഡ്. അതാണ് ഒരു ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ വേറൊരു ഈ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? നെസ്റ്റഡ് ഈഫ് എന്നത് പറയുക. അപ്പോൾ സിമ്പിൾ ഈഫ് ഫോർ ഓൺലി ഫോർ ട്രൂ കേസ്, ട്രൂവും എൽസ് ഫോൾസ് കേസും വരികയാണെങ്കിൽ ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യും. അതിനുശേഷം ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ വേറൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യേണ്ട കേസ് വന്നാൽ നമ്മൾ നെസ്റ്റഡ് ഈഫ് യൂസ് ചെയ്യും. ഇനി ഫോർത്ത് കേസ് നമ്മൾ നോക്കുകയാണ്. ദ എൽസ് ഈഫ് ലാഡർ. When we want to select one action from more than 2 actions, different conditions will be given and each condition will decide which statement is to be selected for execution. ഒന്നിലധികം കണ്ടീഷൻസ് ചെക്ക് ചെയ്ത്, ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? എൽസ് ഈഫ് ലാഡർ നമ്മൾ യൂസ് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യും. നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് ഏതാണോ വരുന്നത് അങ്ങനെയൊന്ന് നമ്മൾ സെലക്ട് ചെയ്യും. ഫോർ ദിസ് വി ക്യാൻ യൂസ് എൽസ് ഈഫ് ലാഡർ, also referred to as the else if staircase because of its appearance, and also it known as if else if statement. അതിൻ്റെ ഒരു സിൻറ്റാക്സ് ഒക്കെ, അതായത് നിങ്ങൾക്ക് ആ ഒരു അപ്പിയറൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എൽസ് ഇഫ് ഒരു സ്റ്റെയർ കേസ് മോഡലിലുള്ള കാരണം കൊണ്ട് തന്നെയാണ് അതിനെ എൽസ് ഇഫ് സ്റ്റെയർ കേസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നോൺ ആസ് ഈഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മളിതിന് തന്നെ ഈ എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു. എൽസ് ഇഫ് ലാഡർ, എൽസ് ഇഫ് സ്റ്റെയർ കേസ് ആൻഡ് ഈഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ 3 പേരും സെയിം തന്നെ, 3 പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു സിൻറ്റാക്സ് നോക്കാം. ഈഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ, ആ എക്സ്പ്രഷൻ്റെ എന്താണോ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് ആ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എഴുതി. ഇനി വേറൊരു കേസും കൂടെ വരാം. എൽസ് ഇഫ് ആ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ 2 അത് എക്സിക്യൂട്ട് ചെയ്തു. ഇനി അങ്ങനെ എത്ര കണ്ടീഷൻ ഉണ്ടോ അതെല്ലാം എക്സിക്യൂട്ട് ചെയ്യുക. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിന്, ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് ഒരിക്കലും ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് ഓൺലി എൽസ് സ്റ്റേറ്റ്മെൻറ്റേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എഴുതാം. അതിൻ്റെ ഒരു കണ്ടീഷൻ നമ്മൾ ഇതെങ്ങനെയാണ് വരുന്നത്? അറ്റ് ഫസ്റ്റ് ദി ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഈസ് ഇവാലുവേറ്റഡ്. ആ എക്സ്പ്രഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നോക്കുക. അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 ഈസ് എക്സിക്യൂട്ടഡ്. എന്നിട്ട് അത് ട്രൂ ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ ആ ഒരു നമുക്ക് ആ കൺട്രോളിൽ നിന്ന്, ലാഡറിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരും. അതല്ലെങ്കിൽ ആ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ ഫോൾസ് ആയി കഴിഞ്ഞാൽ അടുത്ത കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ് 2 അത് ട്രൂ ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ലാഡറിൽ നമ്മൾ എക്സിറ്റ് ആവും. അങ്ങനെയാണ്. ദാറ്റ് മീൻസ് റെസ്റ്റ് ഓഫ് ladder is bypassed. And if the test expression 1 is evaluates to false, then the test expression 2 is evaluated. അങ്ങനെയാണ് നമുക്ക് ഈ ladder പോവുക. And if any one of the test expression is evaluated to true, the corresponding statement block is executed and the control comes out of the ladder. എപ്പോഴാണോ ആ കണ്ടീഷൻ ശരിയാകുന്നത് ആ കണ്ടീഷൻ വരെ ഇങ്ങനെ 1-ൽ നിന്ന് 2, 3, 4 അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ അതിൽ കണ്ടീഷൻ ട്രൂ ആവുന്നത് അപ്പോൾ ആ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കുകൾ മാത്രം എക്സിക്യൂട്ട് ചെയ്തിട്ട് ലാഡറിൽ നിന്ന് നമ്മൾ പുറത്ത് വരും. ഇഫ് ദി ഓൾ ടെസ്റ്റ് എക്സ്പ്രഷൻ ആർ ഇവാലുവേറ്റ്സ് ടു ഫോൾസ്, എല്ലാം ഫോൾസ് ആയി കഴിഞ്ഞാൽ അറ്റ് ലാസ്റ്റ് നമ്മളൊരു എൽസ് കേസ് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ ആ സിൻടാക്സിൽ,
ആ കണ്ടീഷനായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80, നമ്മുടെ മാർക്കുകൾ നമ്മളോട് 80നേക്കാൾ മുകളിലാണെങ്കിൽ എ ഗ്രേഡ് എന്ന് വരും. ഇനി അല്ലെങ്കിൽ 80നേക്കാൾ വലുതല്ലെങ്കിൽ അടുത്തൊരു ഗ്രേഡിലേക്ക് പോവുകയാണ് ബി ഗ്രേഡ്. 60യേക്കാളും വലുതാണെങ്കിൽ ബി ഗ്രേഡ് എന്ന് എഴുതി കാണിക്കും. ഇനി 60യേക്കാൾ അതും നമ്മുടെ കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് കണ്ടീഷനിലേക്ക് വരും. 40യുടെ കണ്ടീഷനിലേക്ക് 40 ആയിട്ട് ചെക്ക് ചെയ്യും. ദെൻ അതിൻ്റെ താഴെ 30 ആയിട്ട്. ഇനി ഇതൊന്നുമല്ല നമ്മുടെ മാർക്കെങ്കിൽ 30 വരെ നമ്മൾ നോക്കുന്നുണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 വരെ നമ്മൾ നോക്കും. അവിടെ ബി ഗ്രേഡ് വരെ വരും. നമ്മൾ എൻ്റർ ചെയ്ത മാർക്ക് ബിലോ 30 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇ ഗ്രേഡ് എന്നായിരിക്കും നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. ആൻഡ് ദി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് സാധാരണയായിട്ട് മൾട്ടിപ്പിൾ സെലക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ ബ്രാഞ്ച് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേര്. ദിസ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് സക്സസീവ്ലി ടെസ്റ്റ് ദി വാല്യൂ ഓഫ് എ വേരിയബിൾ ഓർ ആൻ എക്സ്പ്രഷൻ അഗെയിൻസ്റ്റ് എ ലിസ്റ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ഓർ ക്യാരക്ടർ കോൺസ്റ്റൻസ്. ആൻഡ് ദി സിൻടാക്സ് ഈസ് സ്വിച്ച് എക്സ്പ്രഷൻ കേസ് സ്പേസ് കോൺസ്റ്റൻറ്റ് 1 കോളൻ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 സെമികോളൻ ബ്രേക്ക്. Then case constant 2 statement block 2 break, case constant 3 statement block 3 break, etc. up to എത്ര കേസുകളുണ്ടോ അത്രയും കേസുകൾ കൊടുക്കുക. ലാസ്റ്റ് ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുക. ഡീഫോൾട്ട് കോളൻ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് ആയിട്ട് നമ്മൾ കൊടുക്കുക. ഇത് LCF ലാഡറും ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് സെയിം ടൈപ്പിൽ തന്നെയാണ് എക്സിക്യൂഷനൊക്കെ വരുന്നത്. ഇതിൽ ആദ്യത്തെ നമ്മളിവിടെ ഓരോ കണ്ടീഷൻ നോക്കുമ്പോൾ ഏത് കണ്ടീഷനാണോ അത് നമുക്ക് ഔട്ട്പുട്ട് ചെയ്ത് അങ്ങനെയാണ് വരിക. ആൻഡ് ഇൻ ദി സിൻടാക്സ് ഓഫ് സ്വിച്ച് കേസ് ബ്രേക്ക് ആൻഡ് ഡീഫോൾട്ട് ആർ കീവേഡ്സ്. നമ്മൾ നമ്മളിവിടെ സിൻടാക്സിൽ കണ്ടു, സ്വിച്ച് എന്നുള്ളത് കണ്ടു, കേസ് എന്നുള്ളത് കണ്ടു, ബ്രേക്ക് എന്നുള്ളത് കണ്ടു, ഡീഫോൾട്ട് എന്നുള്ളത് കണ്ടു. ഇതൊക്കെ അതിൻ്റെ കീവേഡ്സുകളാണ്. കേസ്, ബ്രേക്ക്, ഡീഫോൾട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കീവേഡ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റ് ടു ഗെറ്റ് ആൻ ഇൻറ്റീജർ ഓർ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. നമ്മളിവിടെ കേസ് സ്പേസ് കോൺസ്റ്റൻറ്റ് 1 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ കോൺസ്റ്റൻറ്റ് എന്നുള്ളത് ഒരു ഇൻറ്റീജർ ആകാം അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ആകും. ആ ക്യാരക്ടറായിട്ട് എപ്പോഴാണോ മാച്ച് ആവുന്നത് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറസ്പോണ്ടിങ് ആ കേസിന് നേരെ നമ്മൾ എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. And when a match is found, the statement block associated with that case is executed until the break statement or the end of the switch statement is reached. If no match is found, the statement is default block get executed. അപ്പോൾ നമുക്ക് കേസ് 1, 2, 3 നമ്മളങ്ങനെ കുറേ കേസുകൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു എക്സ്പ്രഷൻ അനുസരിച്ച്. ഒരു കേസും മാച്ചായില്ലെങ്കിൽ നമ്മൾ ഈ ഫെൽസിഫ് ലാഡറിൽ എൽസ് കേസ് ലാസ്റ്റ് കേസ് എഴുതിയ പോലെ ഇതിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ആ ഡീഫോൾട്ടിൽ എന്താണോ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതി കൊടുത്തത് അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ആൻഡ് ദി ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓപ്ഷണൽ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് മിസ്സിംഗ് നോ ആക്ഷൻസ് ടേക്ക് പ്ലേസ് വെൻ ഓൾ മാച്ചസ് ഫെയിൽ. ഡീഫോൾട്ട് കേസ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കൊടുത്ത മാച്ചസിൽ നമ്മുടേതായ ഒരു ഓപ്ഷനും മാച്ചായില്ലെങ്കിൽ ആ ഒരു ഡീഫോൾട്ട് നമുക്ക് ഒരു ആക്ഷനും അവിടെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. കറക്റ്റായിട്ട് നമ്മൾക്ക് ഇപ്പോൾ ബാക്കി കേസ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ഡിസ്പ്ലേ. ബട്ട് ഇഫ് നോ മാച്ച് ഫൗണ്ട് നോ ആക്ഷൻസ് ടേക്ക് പ്ലേസ്. എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ നമുക്ക് ഡേ ഓഫ് ദി വീക്ക് പ്രിൻ്റ് ചെയ്യാനായിട്ടാണ്. ഇവിടെ എക്സ്പ്രഷൻ കൊടുത്തത് ഡേ എന്നുള്ളതാണ്. കേസ് 1 ഞാൻ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഔട്ട്പുട്ട് വരും? സൺഡേ, 2 മൺഡേ, 3 ട്യൂസ്ഡേ, 4 വെനസ്ഡേ, അങ്ങനെ നമുക്ക് 7 കേസസ് കൊടുത്തിട്ടുണ്ട്. അറിയാതെ നമ്മൾ ഈ 1 to 7 അല്ലാതെ വേറൊരു നമ്പറാണ് എൻ്റർ ചെയ്തതെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? ഈ ഡീഫോൾട്ട് കേസ് നമ്മൾ നോക്കും, റോങ് ഇൻപുട്ട്. ഇനി ഇവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഓരോന്ന് കഴിയുമ്പോഴും. അതായത് 1 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സൺഡേ മാത്രമേ എനിക്ക് ഔട്ട്പുട്ട് വരാവൂ. അതുകൊണ്ടാണ്. അപ്പോൾ കേസ് ഞാൻ എൻ്റർ ചെയ്ത ഈ കീബോർഡ് വഴി ഞാൻ എൻ്റർ ചെയ്ത ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ അവിടെ സൺഡേ വരും. സൺഡേ കഴിഞ്ഞിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ബ്രേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കേളി ബ്രേസിൻ്റെ പുറത്തേക്ക്, അതായത് സ്വിച്ച് കേസിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരികയാണ്. ബ്രേക്ക് ചെയ്യാണ്. അവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്ത് ഒരു ചെറിയൊരു പ്രോഗ്രാം പോർഷനിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ചെയ്ത് ആ സ്വിച്ചിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ഈ താഴേക്ക് ഇതിന് താഴെയും സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെയായിരിക്കും നമുക്ക് എക്സിക്യൂഷൻ പോവുക. ഇനി ഒരു എക്സാമ്പിളായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ. ഇപ്പോൾ നമ്മൾ കേസ് 1 എഴുതി, കേസ് 1 ഇങ്ങനെയാണ് എഴുതുന്നത്. കേസ് 1 സി ഔട്ട് സൺഡേ എഴുതി. ഇവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അറിയാതെ കേസ് 2 സി ഔട്ട് മൺഡേ എഴുതി.
എന്നിട്ട് ഇൻപുട്ട് 1 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഔട്ട്പുട്ട് വരുന്നത് സൺഡേന്നും വരും മൺഡേന്നും വരും. ബിക്കോസ് സൺഡേ കഴിഞ്ഞിട്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് എൻ്റയർ പ്രോഗ്രാമല്ല, ആ ഒരു പ്രോഗ്രാമിൻ്റെ പോർഷനിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് ആ ഒരു ഒരു പോർഷനിൽ നിന്ന് നമുക്ക് പ്രോഗ്രാമിൻ്റെ ഒരു ചെറിയ പോർഷനിൽ നിന്ന് ആ ഒരു ലൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി വൺ മോർ എക്സാമ്പിൾ നമുക്കിതിനെ നോക്കാം. ഇൻപുട്ട് കൊടുത്തത് 4 ആണെങ്കിൽ എന്തായിരിക്കും? ഇപ്പോൾ ഈ പ്രോഗ്രാം തന്നെ കൊടുത്തു, ഇൻപുട്ട് ഞാൻ കൊടുത്തത് 4 ആണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് വരും? ഔട്ട്പുട്ട് വരുന്നത് വെനസ്ഡേ എന്നായിരിക്കും ഔട്ട്പുട്ട് വരിക. 4 കൊടുത്തു കഴിഞ്ഞാൽ വെനസ്ഡേ ആയിരിക്കും ഔട്ട്പുട്ട്. സപ്പോസ് ഞാനിപ്പോൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് കേസ് ഫോർ സി ഔട്ട് വെനസ്ഡേ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. ദെൻ കേസ് 5 സി ഔട്ട് തേഴ്സ്ഡേ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. കേസ് 6 ഫ്രൈഡേ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഇനി ഞാൻ ഇൻപുട്ട് 4 ആക്കി കൊടുത്താൽ നമ്മൾ ഓർക്കുക, കേസ് 4ലും 5ലും ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് വരുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. 4ലും 5ലും ബ്രേക്ക് കൊടുത്തിട്ടില്ല, 6ലാണ് ബ്രേക്ക് കൊടുത്തിട്ടുള്ളത്. ഇൻപുട്ട് ഞാൻ കൊടുക്കുന്നത് 4 ആണെങ്കിൽ ഔട്ട്പുട്ട് വരുന്നത് വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ അങ്ങനെയായിരിക്കും വരിക. ബിക്കോസ് ഫ്രൈഡേക്ക് ശേഷമേ അവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇൻപുട്ട് 5 ആണെങ്കിൽ ഔട്ട്പുട്ട് വരുന്നത് തേഴ്സ്ഡേയും ഫ്രൈഡേ ആയിരിക്കും. ബിക്കോസ് തേഴ്സ്ഡേ കഴിഞ്ഞിട്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇൻപുട്ട് 6 ആണെങ്കിൽ ഫ്രൈഡേ എന്ന് മാത്രമായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ നിങ്ങൾ അത് ആലോചിക്കുക. അപ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസ് നിങ്ങൾ ഇപ്പോൾ തന്നെ അത് മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ആ കണ്ടീഷനിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, ആ കണ്ടീഷൻ ട്രൂ ആയി ആ കണ്ടീഷനിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ഒരു കണ്ടീഷൻ പോവാണ്. സ്വിച്ചിൻ്റെ തന്നെ ചില മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്ങിനെ കുറിച്ച് പറയുകയാണ്. ദ റിക്വയർമെൻറ്റ്സ് ടു ഇംപ്ലിമെൻറ്റ് എ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. Conditions involve only equality checking. In other cases, it should be converted into equality expression. നമ്മൾ ഈക്വൽ ആണോ ആ ചെക്കിങ്, നമ്മൾ കൊടുത്ത വാല്യൂയും നമ്മുടെ ആ കണ്ടീഷനും ആ കോൺസ്റ്റൻറ്റ് വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യണം. The first operand is all the equality expression should be the same variable or expression. നമ്മൾ കൊടുക്കുന്ന ആ വാല്യൂ ഒക്കെ ഈക്വൽ ആയിരിക്കണം. ദ സെക്കൻഡ് ഓപ്പറാൻഡ് ഇൻ ദിസ് എക്സ്പ്രഷൻ ഷുഡ് ബി ആൻ ഇൻറ്റീജർ ഓർ എ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. നമ്മൾ കൊടുക്കുന്നത് ആ വാല്യൂസ് കേസ് കോൺസ്റ്റൻറ്റ് എന്നുള്ളത്, ആ കോൺസ്റ്റൻറ്റ് എന്നുള്ളത് ഇൻറ്റീജറോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കോൺസ്റ്റൻറ്റോ ആയിരിക്കണം. നമ്മൾ പറഞ്ഞു ഈഫും സ്വിച്ചും സെയിം ടൈപ്പിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിൻ്റെ ഒരു കമ്പാരിസൺ സ്റ്റഡി നമുക്ക് നോക്കാം. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പെർമിറ്റ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്, സെയിം എൽസ് ഈഫിലും തന്നെയാണ് പെർമിറ്റ്സ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്. നമ്മൾ ആദ്യം ഈഫ് കണ്ടീഷൻ, എൽസ് ഈഫ് കണ്ടീഷൻ അങ്ങനെ കൊടുത്തിട്ട് ലാസ്റ്റ് എൽസ് യൂസ് ചെയ്യുന്ന പോലെ ഇവിടെ കേസ് കോൺസ്റ്റൻറ്റ് 1 2 3 ലാസ്റ്റ് എൽസ് ഈഫിൽ നമ്മൾ എൽസ് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ സ്വിച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻഡ് സ്വിച്ചിൽ സെക്കൻഡ് പോയിന്റ് ഇവാലുവേറ്റ്സ് കണ്ടീഷൻസ് വിത്ത് ഇക്വാലിറ്റി ഓപ്പറേറ്റർ ഓൺലി. ഈക്വൽ ടു സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുക സ്വിച്ചിൽ. പക്ഷേ എൽസിഫിൽ കണ്ടീഷണലോ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷനോ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ഇനി സ്വിച്ചിൽ തേർഡ് കേസ് കോൺസ്റ്റൻസ് മസ്റ്റ് ബി ഇൻറ്റീജർ ഓർ ക്യാരക്ടർ. കണ്ടീഷൻ എൽസിഫിൽ കണ്ടീഷൻ മേ ഇൻക്ലൂഡ് റേഞ്ച് ഓഫ് വാല്യൂസ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് കോൺസ്റ്റൻസ് ഒക്കെ നമ്മൾ എൽസിഫിൽ യൂസ് ചെയ്യാറുണ്ട്. സ്വിച്ചിൽ മാച്ചസ് ഒന്നും നമുക്ക് മാച്ചസ് ഒന്നും കറക്റ്റ് ആയില്ലെങ്കിൽ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് പോവുക. പക്ഷേ എൽസിഫിലോ വെൻ നോ എക്സ്പ്രഷൻസ് ആർ ഇവാലുവേറ്റ്സ് ടു എൽസ് ബ്ലോക്ക്, ലാസ്റ്റ് എഴുതിയിരിക്കുന്ന എൽസ് ബ്ലോക്കിലേക്കായിരിക്കും എക്സിക്യൂഷൻ പോവുക. സ്വിച്ചിൽ നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ് ടു എക്സിറ്റ് ഫ്രം ദി സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എക്സിറ്റ് ആകണമെങ്കിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യണം. പക്ഷേ എൽസിഫിൽ എങ്ങനെയാണ്? പ്രോഗ്രാം കൺട്രോൾ ഓട്ടോമാറ്റിക്കലി ഗോസ് ഔട്ട് ആഫ്റ്റർ ദി completion of a block, and in switch more efficient when the same variable or expression is compared against a set of values for equality. ഒരു വാല്യൂക്ക് തന്നെ പല ഇത് നമ്മൾ കൊടുക്കുന്ന ആ സമയത്താണ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡേ എന്നുള്ളതിലേക്ക് 1 2 3 4 അങ്ങനെ കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള കേസുകളിലാണ് സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യുക. ഇനി എൽസിഫിൽ മോർ ഫ്ലെക്സിബിൾ വെൻ വേഴ്സറ്റൈൽ കമ്പയർഡ് ടു സ്വിച്ച്. കമ്പയർഡ് ടു സ്വിച്ച് ഫ്ലെക്സിബിളാണ്, വേഴ്സറ്റൈലുമാണ്. ഇത്രയാണ് സ്വിച്ചും എൽസിഫും തമ്മിലുള്ള വ്യത്യാസം. നമ്മളപ്പോൾ ഇപ്പോൾ പഠിച്ചത് സിമ്പിൾ ഈഫ് പഠിച്ചു, അതായത് ട്രൂ കേസ് മാത്രം. ദെൻ ഈഫ് എൽസ് പഠിച്ചു കഴിഞ്ഞു. നെസ്റ്റഡ് ഇഫ്, ഒരു ഈഫിൻ്റെ ഉള്ളിൽ വേറൊരു ഈഫ് എന്നാൽ. അതിനുശേഷം നമ്മൾ
എൽസ് ഇഫ് ലാഡർ പഠിച്ചു. ദെൻ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും പഠിച്ചു. മൾട്ടിപ്പിൾ ബ്രാഞ്ച് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റായ സ്വിച്ച് കേസും പഠിച്ചു. ആൻഡ് നെക്സ്റ്റ് ഈസ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റർ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അതിൽ നമ്മൾ 3 ഓപ്പറാൻഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. 3 ഓപ്പറാൻഡ്സ് യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ C++ലെ ഒരു ടെർണറി ഓപ്പറേറ്ററാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ എന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക് ദെൻ കോളം. It is a conditional operator consisting of the symbols question mark and a colon, and it can be used as an alternative to if else statement. നമ്മൾ പറഞ്ഞു ട്രൂ കേസും ഫോൾസ് കേസും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ if else സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. if else സ്റ്റേറ്റ്മെൻറ്റിന് പകരമായിട്ട് കണ്ടീഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്താലും നമുക്ക് എക്സിക്യൂഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു സിൻടാക്സ് നമുക്ക് നോക്കാം. ടെസ്റ്റ് എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻ മാർക്ക് ട്രൂ കേസ് കോഡ് കോളൻ ഫോൾസ് കേസ് കോഡ്. ഈഫ് എക്സ്പ്രഷൻ നമ്മൾ എഴുതാറില്ല, അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കും കോളനും നമുക്ക് യൂസ് ചെയ്യാം. ടെസ്റ്റ് എക്സ്പ്രഷൻ ക്യാൻ ബി എനി റിലേഷണൽ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ ലൈക്ക് if else statement, and the true case code and false case code can be constant or variables or expressions or some statements. Example, if ബിഗ് ഈക്വൽ ടു num1 ഗ്രേറ്റർ ദാൻ num2. ഇവിടെ കണ്ടീഷൻ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ലോജിക്കൽ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷനായിട്ട് റിലേഷണലായിട്ട് ഇവിടുത്തെ റിലേഷണൽ എക്സ്പ്രഷനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. num1 ഗ്രേറ്റർ ദാൻ num2 കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ num1 ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരിക, അല്ലെങ്കിൽ എൽസ് കേസിലേക്ക് പോകും num2ലേക്ക്. കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് കേസിലേക്ക്, ഫോൾസ് ആണെങ്കിൽ സെക്കൻഡ് കേസിലേക്ക്. അപ്പോൾ ഇത്രയാണ് കണ്ടീഷണൽ ഓപ്പറേറ്ററിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ലാസ്റ്റ് ചാപ്റ്ററിൽ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സോ ടുഡേ വി ഡിസ്കസ്ഡ് അബൌട്ട് ദി ഡിസിഷൻ മേക്കിംഗ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് ഡിസ്കസ് അബൌട്ട് if statement only for the true case. If there is true and false case, we use if else statement. If an if statement is inside another if statement, use the nested if statement, and then one or more expressions are evaluated or test expression is evaluated, use if else if ladder. It is also known as if else if staircase method because of its appearance. And next, for multiple branch selection statement, use switch statement with the keywords case, default and break. And the last one is conditional operator. It is a ternary operator. It is a method alternative to if else statement. Hope all these topics are clear to you. Thank you, students.